നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾ അറിയാൻ തൊഴിലുടമയുമായി തൊഴിൽ തർക്കങ്ങൾ ഉണ്ടായാൽ മറ്റൊരു തൊഴിലുടമയുടെ കീഴിലേക്ക് തൊഴിൽ മാറ്റാനുള്ള അനുമതി കുവൈറ്റ് നൽകിയേക്കും. കുവൈറ്റ് ഡൊമസ്റ്റിക് ഹെൽപ്പ് ഓഫീസ് യൂണിയൻ ഇതുമായി ബന്ധപ്പെട്ട് ശുപാർശ നൽകിയിരിക്കുകയാണ്. ഇത് ആഭ്യന്തര മന്ത്രാലയം പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവറും നടപ്പിലാക്കുന്ന കാര്യം ആലോചിക്കുന്നുണ്ടെന്ന് കുവൈറ്റ് അവകാശപ്പെടുന്നതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. രാജ്യത്തെ 1.5 ലക്ഷത്തോളം വരുന്ന അനധികൃത താമസക്കാർക്കെതിരെ ആഭ്യന്തര മന്ത്രാലയം ശക്തമായ നിയമ നടപടികൾ കൊണ്ടുവരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. രാജ്യത്തെത്തുന്ന തൊഴിലാളികൾക്ക് സുരക്ഷ നൽകുന്ന രീതിയിൽ തൊഴിൽ നിയമം ശക്തിപ്പെടുത്താൻ ആലോചിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. പുതിയ നിയമം വന്നാൽ തൊഴിലാളികളെ നാട് കടത്തുന്ന രീതി കുറയും. കള്ളക്കേസിൽപ്പെട്ട് നാട് കടത്തപ്പെടുന്നവർക്ക് ഇത് വലിയ ഗുണമായി മാറും. തൊഴിലാളികളുടെ സിവിൽ ഐഡിയും പാസ്പോർട്ടും തൊഴിലുടമകളാണ് സൂക്ഷിക്കുന്നത്. ഇത് തൊഴിലാളികൾ തന്നെ സൂക്ഷിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നത് സംബന്ധിച്ചും ഔദ്യോഗിക തലത്തിൽ ആലോചനകൾ നടക്കുന്നുണ്ട്. തൊഴിലാളികളുടെ രേഖകളെല്ലാം കൈവശം വെക്കുന്നത് വലിയ കുറ്റമായി കാണുന്ന തരത്തിലേക്ക് നിയമം പരിഷ്കരിക്കാനാണ് തീരുമാനിക്കുന്നത്. നിയമവിരുദ്ധവും ഗാർഹിക സഹായ നിയമങ്ങളെ ലംഘിക്കുന്നവർക്ക് ശക്തമായ ശിക്ഷ നൽകാനും തീരുമാനിക്കും. അന്താരാഷ്ട്ര ഉടമ്പടികൾക്ക് വിരുദ്ധമായി രാജ്യത്ത് ഏതെങ്കിലും തരത്തിലുള്ള നിയമലംഘനങ്ങൾ നടന്നാൽ അത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ കൊണ്ടുവരാനും ആലോചിക്കുന്നുണ്ട് കുവൈറ്റ്. വീട്ടുജോലിക്കാരെ കൊണ്ടുവരുന്നതിനുള്ള ചിലവ് KD 890 നിന്ന് കൂട്ടാത്തത് സംബന്ധിച്ച് തീരുമാനമെടുക്കാനും മന്ത്രാലയം പുനരാലോചന നടത്തുന്നു. എയർലൈൻ ടിക്കറ്റ് നിരക്കുകൾ വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിരക്ക് കൂട്ടണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. തൊഴിലാളികളെ സഹായിക്കുന്നതിനും കൊണ്ടുവരുന്നതിനുമായി വിവിധ രാജ്യങ്ങളുമായുള്ള പലതരത്തിലുള്ള കരാർ കൊണ്ടുവരാനും തീരുമാനിച്ചിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.